അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അത് ഏറ്റവും നിർണായകമായ ദിനമായി ഇന്ന് കണക്കാക്കപ്പെടുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മൾ ശിരൂർ ദൗത്യത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ശിരൂർ ദൗത്യം രണ്ടാം ദിന തിരച്ചിൽ 8 മണിയോടുകൂടി ആരംഭിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനൊപ്പം ഈശ്വർ മൽപ്പയും ദൗത്യത്തിൽ പങ്കാളിയാകും. ഇന്നലെ മൽപ്പെ നടത്തിയ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ നിന്ന് മറ്റ് 2 ലോറികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനോടൊപ്പം അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങളും കിട്ടി. ഇന്ന് തെരച്ചിലിന് നേതൃത്വം നൽകാൻ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാൽ ശിരൂരിലെത്തും. വിവരങ്ങളുമായി KV ബൈജു നമുക്കൊപ്പം ശിരൂരിൽ നിന്ന് ചേരുകയാണ്. KV ബൈജു, ഗുഡ് മോർണിംഗ്. ബൈജു, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമായി നമുക്ക് ശിരൂർ ദൗത്യത്തിലെ ഈ ദിവസത്തെ കണക്കാക്കാമല്ലേ? ഇന്ന് അർജുന്റെ ലോറി നമുക്ക് പുറത്തെത്തിക്കാനാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ്, ആ പ്രതീക്ഷയിലാണ് കുടുംബവും അവിടെ തിരച്ചിൽ നടത്തുന്ന മറ്റ് ഈ തിരച്ചിലിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരും അംഗങ്ങളും എല്ലാം ഉള്ളതല്ലേ. ഇന്നലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, ലോറിയുടെ ഭാഗങ്ങൾ ലഭിച്ചു എന്നുള്ള വാർത്ത ആദ്യം തന്നെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത് KV ബൈജു ആണ്. പക്ഷെ പിന്നീടാണ് സ്ഥിരീകരണം വരുന്നത് അത് അർജുന്റെ ലോറിയുടേതല്ല, മറ്റ് ലോറികളുടേതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളുടെ ഒരു പ്രതീക്ഷ ഇന്ന് എന്തായാലും അർജുന്റെ ലോറി നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നാവികസേന നേരത്തെ ഡിറ്റക്ട് ചെയ്ത സ്ഥലത്ത് ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ്. നാവികസേന അങ്ങനെ ഒരു ഈ ലോറിയുടെ പ്രസൻസ് നാവികസേന പറഞ്ഞിരുന്നത് ഈ CP4 എന്ന പോയിന്റിലാണ്. അത് കേന്ദ്രീകരിച്ചാണ് ഈ സെർച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിൽ, ആ ഒരു CP4 എന്ന് പറയുന്ന ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അത് ഏത് വിധത്തിൽ നടത്താനാണ് ആലോചിക്കുന്നത്? തെരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ബൈജു? ആര്യ, കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. എന്തായാലും ആര്യ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ റിവർ ഡേ ആണ്. ഞാൻ ഗംഗാവലി പുഴയുടെ കരയിൽ നിന്നാണ് ഇന്ന് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ ഡ്രഡ്ജർ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഏതായാലും 8 മണിയോടുകൂടി ആ ഡ്രഡ്ജർ പ്രവർത്തിക്കും. ഇന്ന് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ വലിയ തോതിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. 2 ലോറിയുടെ ഇത്തരത്തിൽ അടിത്തട്ടിൽ കണ്ടെത്തിയെന്ന ഒരു വാർത്ത അത് ന്യൂസ് 18 പുറത്തുവിടുന്നു. പക്ഷേ ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ക്രെയിൻ അത് ഉപയോഗിച്ച് അത് ഉയർത്തുമ്പോഴേക്കും അതിന്റെ ഭാഗങ്ങൾ അതുമാത്രമല്ല അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന സ്ഥിരീകരണം വരുന്നു. എന്തായാലും ഇന്ന് തെരച്ചിൽ ഇപ്പോൾ നമ്മൾ ഈ ഡ്രഡ്ജർ കാണുന്ന അതേ സ്ഥലത്ത് അതിന് ആ ഭാഗത്തുള്ള നേരത്തെ ഇന്ദ്രപാൽ അതുപോലെ തന്നെ നേവി സോണാർ പരിശോധനയിൽ മാർക്ക് ചെയ്ത സ്ഥലം അതുകൂടിയാണ് ആ സ്ഥലം. അവിടെയായിരിക്കും ഇന്ന് കാര്യമായ തെരച്ചിൽ നടക്കുക. വലിയ തോതിൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ ലോറിക്ക് മുകളിൽ എന്നാണ് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ മണ്ണുകൾ കൃത്യമായി നീക്കം ചെയ്യുകയായിരിക്കും ഇന്ന് പ്രധാനമായും ഉണ്ടാകുക. അതിനും അപ്പുറം ഇതിൽ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇന്ന് ഈ ഡോക്ടർ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം ഇന്ന് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നു എന്നതാണ്. കാരണം നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള ആ പരിശോധനകളും നിഗമനങ്ങളും ഒക്കെ വലിയ തോതിൽ ദൌത്യ സംഘങ്ങൾക്ക് അത് തുണയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം വരുന്നത് ഒരുപക്ഷെ ഈ കുടുംബം അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഈ ഇന്ദ്രപാൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കണം എന്നത്. അത് കണക്കാക്കിയാണ് കാർവാർ MLA ഇത്തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഇവിടെ ഒന്ന് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അദ്ദേഹം ഏതായാലും എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ മണ്ണ് നീക്കം ചെയ്ത് ആ അർജുന്റെ ലോറി പുറത്തേക്കെടുക്കാനുള്ള ശ്രമം, വളരെ നിർണായകമായ നീക്കങ്ങളായിരിക്കും ഇന്ന് നടക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ ഡ്രഡ്ജറിലെ ഹിറ്റാച്ചി അത് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ ഇവർ ഈ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം 8 മണി മുതൽ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ 10 മണിക്കൂറാണ് ഇവരുടെ പ്രവർത്തന സമയം. ആ സമയങ്ങളിൽ തെരച്ചിൽ നടത്തും. അത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തെരച്ചിലാണ്. ഇന്നലെ ആദ്യ ദിനത്തിൽ കാര്യമായ വസ്തുക്കളൊന്നും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ഈശ്വർ മൽപ്പ അദ്ദേഹം നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ 2 ലോറിയുടെ വസ്തുക്കൾ, അത് കൂടാതെ അർജുന്റെ ലോറിയുടെ തടി കിട്ടി, അതിൽ തടിക്കഷ്ണങ്ങൾ കിട്ടിയെന്നതാണ് ഇന്നലെ ഏറ്റവും പ്രധാനം. അപ്പോൾ അതെ, അത് തന്നെയാണ് ബൈജു. ഇന്നലെ അർജുന്റെ ലോറിയുടെ തടിക്കഷ്ണങ്ങൾ കണ്ടെത്താൻ മൽപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഈ അന്വേഷണത്തിലെ തെരച്ചിലിലെ ഒരു നിർണായക ഘട്ടം തന്നെയാണ്. നമുക്കറിയാം, സ്വയം സന്നദ്ധനായി എത്തിയ മൽപ്പയുടെ പ്രതീക്ഷ അത് ഏത് തരത്തിലാണ്? ഇന്ന് കൊടുത്ത വാക്കിന്മേലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം വൈകാരികമായ
ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ബൈജു, അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് മൽപ്പയുടെ പ്രതീക്ഷ അതെങ്ങനെയാണ്? ഇന്ന് അർജുന്റെ ലോറി പുറത്തേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടോ? തീർച്ചയായും ഈ ഈശ്വർ മൽപ്പ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ക്ഷണപ്രകാരം അല്ല എത്തിയത്. അദ്ദേഹം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം, അതായത് ഇപ്പോൾ 3 പേരെയാണ് എനിക്ക് കണ്ടെത്താനുള്ളത്. പ്രധാനമായും അർജുന്റെ അമ്മ ആവശ്യപ്പെട്ടു തന്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന്. ആ ആഗ്രഹം നിറവേറ്റാനാണ് താൻ എത്തിയത്. അതിനുവേണ്ടി താൻ ഇവിടെ 10 ദിവസവും ഉണ്ടാകും. ഈ അല്പസമയത്തിനകം ഈശ്വർ മൽപ്പ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അദ്ദേഹം തനിച്ച്, ഇന്നലെ നമ്മൾ കണ്ടത് ആഹാരം പോലും കഴിക്കാത്ത ഒരു ഈശ്വർ മൽപ്പയാണ്. രാവിലെ മുതൽ അദ്ദേഹം 7 മണിയോടുകൂടി ഇവിടെ എത്തുകയും വൈകിട്ട് 6 മണിവരെ അദ്ദേഹം ഈ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നതായിരുന്നു. ഏതായാലും ഇന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ധന്മാർ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. 6ഓളം മുങ്ങൽ വിദഗ്ധന്മാർ ഇന്നെത്തുന്നു. അവർ ഒരു സമയത്ത് തെരച്ചിൽ നടത്തുമ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന മറ്റൊരു ഭാഗത്ത് നടക്കും. അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ വേണമെന്ന് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഡ്രഡ്ജർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ ഉൾപ്പെടെ, അതേസമയം ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവർ ഒരേ സമയത്ത് നടത്തുന്ന തിരച്ചിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വേഗത്തിലാകൂ എന്ന ഒരു നിർദ്ദേശം കുടുംബം വെച്ചിരുന്നു. എന്നാലും ഇന്നും അഞ്ജു ഉൾപ്പെടെ, അതായത് അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് വൈകിട്ട് വരെ ഉണ്ട് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നമുക്ക് പുഴയുടെ ഒഴുക്കൊക്കെ കാണാം. ചെറിയ ഒഴുക്ക് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വേലിയേറ്റ സമയമാണ്. വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ അതൊരു 3 മണിയോടുകൂടി വീണ്ടും ഇന്നലെ കണ്ട അതേ സമാനമായ അവസ്ഥയിലേക്ക് പോകാം. ആ മൺകൂനകളൊക്കെ നമുക്കിപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ എത്തുമ്പോൾ ആ മൺകൂനകളൊക്കെ ഒന്നും കാണാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം, അതാണ് CP4 എന്ന് ഡോക്ടർ ഇന്ദ്രപാൽ മാർക്ക് ചെയ്ത ആ സ്ഥലം. അവിടെയാണ് ഈ ലോറിയുടെ ഈ ലോഹഭാഗങ്ങൾ ഇന്ദ്രപാൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അതിന് സമീപത്താണ് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലം. ഏതായാലും ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടത്തുക. അത് ഡ്രഡ്ജർ ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുക, അതാണ് ഇന്ന് പ്രധാനമായും ഇന്നത്തെ ഈ ജോലി. അതേസമയം അതിനോടൊപ്പം തന്നെ ഈശ്വർ മൽപ്പ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തും. കൂടുതൽ മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് ആ തെരച്ചിലും ഒരേ സമയത്ത് നടക്കും. ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് പദ്ധതിയിട്ടുള്ളത്. കുടുംബം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ഈശ്വർ മൽപ്പയും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ഇതിൽ ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാൽ, അദ്ദേഹം ഇന്ന് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നു എന്നത് തന്നെയാണ്. കുടുംബം ഇന്നലെ ആവശ്യപ്പെട്ട പ്രകാരം കാർവാർ MLA സതീഷ് സൈലാണ് അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകാൻ എത്തണമെന്ന ഒരു അഭ്യർത്ഥന പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തത്. ഏതായാലും അദ്ദേഹം 10 മണിയോടുകൂടി എത്തും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഏതായാലും തെരച്ചിൽ വേഗത്തിൽ ആക്കണമെന്ന ഒരു കുടുംബത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. 10 ദിവസത്തെ തെരച്ചിൽ എന്ന് പറയുമ്പോഴും 3 ദിവസത്തെ തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ ഈ കമ്പനി കരാറുള്ളത്. അത് ഇനി നീട്ടി നൽകേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ അർജുന്റെ വാഹനം കണ്ടെത്താൻ സാധിക്കും. അതിനു മുമ്പ് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം ഡ്രഡ്ജർ അവിടെ എത്തിച്ചതും അത് പ്രവർത്തിപ്പിക്കുന്നതിന്റെയൊക്കെ ഭീമമായ തുക അതൊരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി അഞ്ജു നമ്മളോട് പറഞ്ഞത്, ബൈജു, ഇത്തരത്തിൽ എത്ര ദിവസം എടുത്താലും ഈ 3 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എന്നുള്ള ഒരു ലൈൻ വെക്കരുത്, ആ ഒരു നിബന്ധന വെക്കരുത്. അതിനപ്പുറം അർജുനെ കണ്ടെത്തുന്നത് വരെ ഈ ഒരു തെരച്ചിലുമായി മുന്നോട്ട് പോകണം, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ നടത്തണം എന്നുള്ളതാണ്. ഡ്രഡ്ജർ എത്തിയതോടുകൂടി അർജുന്റെ കുടുംബത്തിനും വലിയ ആശ്വാസമായി എന്നുള്ളത് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ തെരച്ചിലിലെ ഫലം അത് എല്ലാവർക്കും നിരാശ നൽകുന്നതായിരുന്നു. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ബൈജു സൂചിപ്പിച്ച ആ ഒരു 3 ദിവസം, ആ ഒരു 3 ദിവസത്തിനകം അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ അർജുൻ എവിടെയുണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്താനുള്ളത് കഴിയും എന്ന് കുടുംബം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി ഈ 3 ദിവസത്തിനുള്ളിൽ, നിർണായകമായ ഈ 3 ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഡ്രഡ്ജറിന്റെ പ്രവർത്തനം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വല്ലതും നമ്മുടെ ജില്ലാ ഭരണകൂടം കടന്നാൽ അതിനെ ഏത് തരത്തിൽ നേരിടാനാണ് കുടുംബം ആലോചിക്കുന്നത്?
ആര്യ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കുടുംബത്തോട് നമ്മൾ ആ കാര്യം സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അർജുൻ അവസാനമായി കഴിഞ്ഞ ആ സ്ഥലം അവിടെ എത്തണമെന്നതാണ് തന്റെ ആഗ്രഹമായിരുന്നു. അതിനായി താൻ ഇവിടെ എത്തിയതാണ്. ഏതായാലും മാനസികമായി കുടുംബം അതുമായി പൊരുത്തപ്പെട്ടു എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാവധി തെരച്ചിൽ നടത്തുക, അതിനു മുൻപ് തന്നെ ഈ 3 ദിവസത്തിനകം തന്നെ ഇത്തരത്തിൽ ഇനിയുള്ളത് 2 ദിവസമാണ്. ആ 2 ദിവസത്തിനകം തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ആ രീതിയിലാണ് അവരുടെ മാനസികമായി അവർ കുടുംബം മുഴുവൻ ആ രീതിയിൽ മാനസികമായി അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നമുക്ക് ഇപ്പോൾ ഈ മലയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം, അതിന്റെ അവസ്ഥ കൂടി നമുക്കൊന്ന് കാണാം. കാരണം ഒരുപാട് പ്രേക്ഷകർ ഇതിന്റെ നിലവിലെ ഒരു അവസ്ഥ ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ആ മണ്ണിടിച്ചിലുണ്ടായ വലിയ ആ മലയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ തോതിൽ നനവ് അവിടെയുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ മല ഉള്ളതെന്ന് പറയേണ്ടി വരും. നിരവധി മരങ്ങളുണ്ടായ ഒരു കുന്നാണിത്. ആ മരങ്ങളൊക്കെ ഈ ഗംഗാവലി പുഴയിൽ പതിച്ചിട്ടുണ്ട്. അത് പലയിടങ്ങളിലായി ഉണ്ട്. അർജുന്റെ ലോറിക്ക് മുകളിലുണ്ട്. അത് മാത്രമല്ല ആ മൺകൂനകൾക്കിടയിലൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അതാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണ് ഇടിഞ്ഞാണ് ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ മുകളിലേക്ക് പതിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കടയുടെ മുൻപിൽ ഇത്തരത്തിൽ ലോറി പാർക്ക് ചെയ്ത് അവിടെ വിശ്രമിക്കുന്ന സമയത്തായിരിക്കും ഈ അപകടമുണ്ടായത്. അതായത് രാവിലെ 8:36 ആ സമയത്താണ് ഈ അപകടമുണ്ടായത്. ഏറ്റവും കൂടുതൽ ഈ അപകടത്തിന് വ്യാപ്തി ഉണ്ടായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് മണ്ണിടിഞ്ഞ് വന്ന് ഉണ്ടായത്. ആ കടയിലുണ്ടായിരുന്ന 5 പേർ, ആ ലക്ഷ്മണനും അദ്ദേഹത്തിന്റെ 2 പിഞ്ചു കുട്ടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള അടങ്ങുന്ന ആ കുടുംബത്തിന് മുഴുവൻ പേരും 5 പേരും ഇല്ലാതായി. അതോടൊപ്പം തന്നെ അവിടെ ചായ കുടിക്കാനെത്തിയ മറ്റ് 2 പേർ. അത്തരത്തിൽ ആണ് ഈ ദുരന്തത്തിൽ മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോഴും ആ അപകടാവസ്ഥ ഇപ്പോഴും ഉണ്ടാവും. ഒരു റോഡ് പൂർണ്ണമായും ഇവിടെ അടച്ചിട്ട ഒരവസ്ഥയാണ്. 6 വരി പാതയാണിതെങ്കിലും ഇപ്പോൾ 2 വരി പാതയായി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ ബാരിക്കാഡൊക്കെ സ്ഥാപിച്ച് ഇത്തരത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെ ഈ പുഴ ആസ്വദിക്കാനൊക്കെ എത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് സന്ദർശകരാണ് ഇവിടെ ഇത്തരത്തിൽ ഓരോ സമയത്തും എത്തുന്നത്. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഈ പുഴയും ഇതൊക്കെ നോക്കിക്കണ്ട്. കാരണം ഇത് അത്രത്തോളം ഈ ഗംഗാവലി പുഴയെ കുറിച്ച് ആളുകൾക്ക് അറിയാമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഈ ദൗത്യം നടക്കുമ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയത്. അതിൽ കൂടുതലും മലയാളികളായിരുന്നു. അത് മാത്രമല്ല ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ഒക്കെ നിർത്തിയിട്ട് ഇവിടെ ഈ കാഴ്ച കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു അപകട മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഈ മല ഇപ്പോഴും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് അതിന്റെ ഏറ്റവും പ്രശ്നം ആയി നിലനിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ നിർണായകമെന്ന് പറയേണ്ടി വരും. ഇനി ഒരു ദിവസം കൂടിയാണ് കരാർ പ്രകാരം തിരച്ചിലുള്ളത്. പക്ഷേ അത് നീട്ടി 10 ദിവസം വരെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇന്നലെയും MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നത്തെയോ നാളത്തെയോ തെരച്ചിലിൽ ഈ കാര്യങ്ങൾ, അതായത് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ദൗത്യ സംഘത്തിനുമുള്ളത്, കുടുംബത്തിനുമുള്ളത്. ആര്യ, തീർച്ചയായും ബൈജു ഇപ്പോൾ ആ മലകളുടെ ദൃശ്യം കാണിച്ചപ്പോൾ അത് നമ്മളെ ഒരുപാട് ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഇനിയും അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ മല നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം അപകടാവസ്ഥയിലാണ് അത് എത്തി നിൽക്കുന്നത്. വിട്ടുവിട്ട് മഴയുണ്ടെന്നും ഇടയ്ക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിനും ആ ഒരു ഭീകരാവസ്ഥ വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ഇനിയും മല ഇടിയാനുള്ള സാധ്യത, നനവ് കൂടുമ്പോഴത്തേക്കും പിന്നെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ. കൃഷ്ണേന്ദു, ബൈജു സൂചിപ്പിച്ചതും അത് തന്നെയാണ്. നനഞ്ഞിരിക്കുന്ന ഒരു പ്രതലം തന്നെയാണ്, അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷവും നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ നാഷണൽ ഹൈവേ ഒക്കെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. ഈ അപകടമുണ്ടായി നമ്മൾ ഇത്രത്തോളം ഭീതിയിലായി, ഇത്രത്തോളം മനുഷ്യജീവനുകൾ നഷ്ടമായ ഒരു സാഹചര്യത്തിലും ഇനിയും ആ ഒരു അപകടാവസ്ഥ തുടരുന്നതിൽ നമുക്ക് ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലേ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ബൈജു അറിഞ്ഞിരുന്നോ, മനസ്സിലാക്കിയിരുന്നോ? അവിടെ ഒരു പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ദുരന്തം അവിടെ സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അത് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി പുരോഗമിക്കുന്നുണ്ടോ ബൈജു?
ആര്യ, അതിന് പ്രധാനമായും ഇവിടെ അധികൃതർ ചെയ്തത് ഒരുപക്ഷെ ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി വാഹനങ്ങൾ, അതായത് ദേശീയപാത, പ്രധാനപ്പെട്ട ദേശീയപാത NH-66 ആണ്. അതായത് പൂനെ മംഗലാപുരം തിരുവനന്തപുരം ഭാഗത്തേക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇതുവഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഈ റോഡിന്റെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് കുറച്ച് മുൻപ് ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് മാത്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അതിലേറ്റവും പ്രധാനം. ഇപ്പോൾ നമുക്ക് കാണാം ആ റോഡും ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന ആ ഭാഗവും ഈ മണ്ണുകളൊന്നും ഇവിടുന്ന് നീക്കം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പക്ഷേ നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം അപകടാവസ്ഥയിൽ ഇപ്പോൾ ഇത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമുക്കറിയാം 8:30 ആണ് ഈ അപകടമുണ്ടായത്. ഇവിടുത്തെ ഒരു നാട്ടുകാരനുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 20-25 ലോറികളൊക്കെ ഇവിടെ ഇത്തരത്തിൽ പാർക്ക് ചെയ്ത് ഈ ലക്ഷ്മണന്റെ കടയിലെത്തി അദ്ദേഹം പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ലോറിക്കാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ കുഞ്ഞു മക്കൾക്കൊക്കെ അവർ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയും അതുപോലെ തന്നെ ആ കുടുംബം അവരുടെ സ്വന്തം വീടുണ്ടായിട്ടും ഈ ലോറിക്കാർക്ക് ഇത്തരത്തിൽ സൗകര്യം ചെയ്യാൻ ഇവിടെ തന്നെ ഈ ചായക്കടയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരെയാണ് പൂർണ്ണമായും ഈ മണ്ണിടിച്ചിൽ ഇല്ലാതായത്. അത് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ആ കുടുംബം അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. പ്രത്യേകിച്ച് ലോറിക്കാരുടെ ഒരു താവളമായിരുന്നു. ആ സ്ഥലത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നേർചിത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ടവറൊക്കെ അവിടെ പതിച്ച ടവറൊക്കെ ഇപ്പോഴും അതേപടി അവിടെ കിടക്കുകയാണ്. അത് ഒരു പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നല്ലൊരു മഴ വന്നാൽ അത് റോഡിലേക്ക് പതിക്കാം. റോഡും അതും തമ്മിൽ അത്രത്തോളം വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്കൊരു ലോറി ദൃശ്യങ്ങളിൽ ഒരു ലോറി പോകുന്നതാണ്. ആ മണ്ണ് ഇടിഞ്ഞ ഭാഗവും ലോറിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് വാഹനങ്ങളാണ് ഗോവയിലേക്കൊക്കെ കേരളത്തിൽ നിന്നവർക്ക് ഒരുപാട് സന്ദർശകർ വാഹനം ഉപയോഗിച്ച് പോകുന്ന വഴിയാണ് ആ പ്രധാനപ്പെട്ട ദേശീയപാതയാണിത്. ഇവിടെ ആകെ ഇപ്പോൾ ഇവർ ചെയ്തത് അവിടെ കുറച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് ഇവിടെ മുന്നറിയിപ്പ് ഒരു ബോർഡ് വെച്ച് ഈ ഭാഗങ്ങളിലേക്ക് ഇവിടെ ഈ ഇപ്പോഴുള്ള പ്രദേശത്ത് നിൽക്കുകയോ ഇവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്താനോ മറ്റോ നിർത്തുകയോ ചെയ്യരുത് എന്ന ഒരു ബോർഡ് സ്ഥാപിച്ചതിനപ്പുറം ഈ ദേശീയപാത അതോറിറ്റി മറ്റൊരു പ്രവൃത്തികളും ഇവിടെ ചെയ്തിട്ടില്ല എന്നതാണ് അതിലേറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതുപോലെ ഈ കൊങ്കൺ മേഖലയിൽ പലയിടങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നേരത്തെ ഈ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച 6 വരി പാതയൊക്കെ ഇപ്പോൾ 2 വരി പാതയായി ചുരുങ്ങിയിരിക്കുന്നു. അതൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് ആ രീതിയിൽ 2 വരി പാതയിൽ മാത്രം കടത്തിവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മുതൽ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ആ കുന്നിൻ ഇടിച്ചിലുണ്ടായ ആ ഭാഗം വരെ ഒരു വീതി ഉണ്ടായിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ ഒരു ഭാഗം മുഴുവനുമായി ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമൊക്കെ ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയായിരുന്നു. അവിടെയൊക്കെ ആ റോഡ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോലും വരാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ മണ്ണും ചെളിയും ഒക്കെ വലിയ ഭീകരാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെള്ളം മുകളിൽ നിന്നും കുത്തിയൊലിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതിന് കുറച്ച് മാറി അപ്പുറത്തായി ഈ മലയിൽ നിന്നും ഇപ്പോഴും ആ വെള്ളം നീരുറവ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണില്ല, കുറച്ച് അല്പം ദൂരമായാണ് അതുള്ളത്. ഇത് ഒരു 2-3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതേ അവസ്ഥയാണ് ഈ NH-66 എന്നതാണ്. ഇതിന് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടി വരും. ഇനിയെങ്കിലും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു അപകടം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത പുറത്ത് നമുക്ക് ഇത്തരം കേൾക്കാൻ ചെയ്യാത്ത രീതിയിൽ അത് പൂർണ്ണമായും അതിന് ഇടപെടണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അത് ലോറിക്കാരുമൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജീവൻ പണയം വെച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ സ്കൂളുകളിൽ നിന്നുമൊക്കെ ടൂറൊക്കെ പോകുന്ന വാഹനങ്ങൾ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് ഇതുവഴിയൊക്കെ പോകുന്നത് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഈ കുന്ന് ഇത്രത്തോളം അപകടമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇതിൽ കടന്നു പോകുന്നത്. ഈ പുഴ വളരെ സുന്ദരമായൊരു പുഴയായിരുന്നു. ഈ ലോറിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വിശ്രമിക്കാൻ സാധിക്കും. ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ചായക്കടയിൽ ചായ രാവിലെ കുടിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ ലോറിക്കാരൊക്കെ യാത്ര തുടരുക. ആ കുടുംബം അവരെ അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. അതുപോലെ അർജുനും അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. ഈ സ്ഥലത്ത് ലക്ഷ്മണന്റെ ചായക്കടയിൽ താൻ വിശ്രമിക്കുകയാണെന്നാണ്
ഏറ്റവും അവസാനമായി അവരുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ അർജുൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നത്. അർജുൻ ഈ ലോറി ക്യാബിന്റെ അകത്ത് ഉറക്കം കഴിഞ്ഞാൽ അവർ എന്തായാലും വീട്ടിലേക്ക് വിളിക്കാറുണ്ട്, എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ക്യാബിന്റെ അകത്ത് തന്നെ അർജുൻ ഉണ്ടാകും. അപകടം സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായതും ആ ലോറി ഉൾപ്പെടെ ഈ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 2 മാസമായിട്ടും അർജുനെ കുറിച്ചോ അർജുന്റെ വാഹനത്തെക്കുറിച്ചോ കാണാതായ മറ്റ് കന്നഡിഗരായ 2 പേരെ കുറിച്ചോ ഒരു വിവരവുമില്ല എന്നാണ് അതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ലോറി ഭാരത് ബെൻസിന്റെ 15 ടൺ ഭാരമുള്ള വലിയ മരലോടുള്ള ആ വാഹനം, അതിന്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോറിയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനപ്പുറം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി. അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന ഒരു വിവരം 6 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നലെ നടത്തിയ ഈശ്വർ മൽപ്പ നടത്തിയ ആ പ്രവൃത്തി അത് എന്തായാലും അത്ര പെട്ടെന്ന് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തിയും ആ വാഹനങ്ങൾ ഇന്നലെ തന്നെ പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഏതായാലും ഇന്ന് ഈ വാഹനം കൃത്യമായി മണ്ണ് നീക്കി കണ്ടെത്തിയാൽ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നിർണായക ദിവസം എന്ന് പറയേണ്ടി വരും. ഇനി 8 മണിക്കോടുകൂടി എനിക്ക് പിറകിൽ കാണുന്ന ആ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. ഒപ്പം ഈശ്വർ മൽപ്പയും ഏത് സമയത്തും ഇവിടെ എത്തും. അദ്ദേഹം പറഞ്ഞത് 8 മണിയോടുകൂടി എത്തുമെന്നാണ്. ഇന്നലെ 6 മണിക്കാണ് അദ്ദേഹം എത്തിയത്. ഇന്നലെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. കാരണം 6 മണിക്ക് അദ്ദേഹം എത്തി. ഇന്നലെ ആഹാരം പോലും കഴിക്കാതെ വൈകിട്ട് 6 മണിവരെ തുടർച്ചയായി തെരച്ചിലായിരുന്നു. അത് തനിച്ചായിരുന്നു അദ്ദേഹം തെരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അനുമതി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബത്തിന് നൽകിയ ആ ഉറപ്പ് അത് പാലിക്കാൻ വേണ്ടി താൻ ഇവിടെ എത്തി. അത് താൻ ഇനിയും ചെയ്യും. 10 ദിവസമായാലും ആ 10 ദിവസവും താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. അപ്പോഴും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഡ്രഡ്ജർ 1 കോടിയോളം രൂപ വാടക നൽകി കൊണ്ടുവന്ന ഡ്രഡ്ജർ ഈ ആഴങ്ങളിലേക്കുള്ള മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വേണ്ടി നിർത്തിയിടരുത് എന്നൊരു ആവശ്യമാണ് അവർ പറഞ്ഞത്. ഡ്രഡ്ജർ അത് കൃത്യമായ കണ്ടെത്തിയ സ്ഥലത്ത് അവിടെ മണ്ണെടുക്കുന്ന ജോലിയുമായി മുന്നോട്ട് പോകണം. അതേസമയത്ത് തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഏതായാലും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്നലത്തെ ആ തെരച്ചിലോടുകൂടി ഇനി ഏതൊക്കെ വാഹനം ഇതിൽ അപകടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഒന്നുമില്ല. 11 പേരെ മാത്രമാണ് കാണാതായത്. അതിൽ 8 പേരുടെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു വിവരമാണുള്ളത്. ഇനി ഏതായാലും ഇന്ന് നടത്തുന്ന തെരച്ചിൽ ഏതൊക്കെ വസ്തുക്കൾ കിട്ടുമെന്നതും വലിയ നിർണായകമായ കാര്യം തന്നെയാണ്. ഏതായാലും ഈശ്വർ മൽപ്പ ആദ്യം അദ്ദേഹം തെരച്ചിൽ നടത്തും. കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി കൂടുതൽ മേഖലകളിലേക്ക് പോയുള്ള പരിശോധന നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ബൈജു, എന്തായാലും അവിടെ തുടരുക. ഞങ്ങൾ അല്പസമയത്തിന് ശേഷം ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സമയം 7:30 ആകുന്നു. 8 മണിക്കാണ് തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ആ സമയത്തേക്ക് നമുക്ക് അവിടേക്ക് മടങ്ങിയെത്താം. അപ്പോഴേക്കും അർജുന്റെ കുടുംബവും മറ്റ് ഉദ്യോഗസ്ഥരും MLAയും ഒക്കെ അവിടേക്ക് എത്തുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ അടക്കം തേടാം. എന്തായാലും ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ബൈജു, ഈ ശിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് കൃഷ്ണേന്ദു നമ്മൾ ഇനി കടക്കുന്നത്. ഈ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഉബൈദ് നമ്മളോട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണ നായിക്കിന്റെ ചായക്കടയിലെ സ്ഥിരം സന്ദർശകനാണ് ഉബൈദ്. ഗംഗാവലി പുഴയുടെ മറുവശത്ത് താമസിക്കുന്ന ഉബൈദ് അപകടമുണ്ടായ ദിവസം നാട്ടിലേക്ക് പോയതിനാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 20-ലധികം ലോറികൾ സ്ഥിരമായി ലക്ഷ്മണ നായിക്കിന്റെ കടയുടെ മുന്നിൽ നിർത്തിയിട്ട് വിശ്രമിക്കാറുണ്ട് എന്നും ഉബൈദ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലക്ഷ്മണൻ ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും 5 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലമാണ് ഇത്. കൃത്യമായി ഇവിടെയായിരുന്നു ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കട ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിറകിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെയാണ് ഈ ലോറി ഉണ്ട് എന്ന് സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും കണ്ടെത്തിയത്. നമുക്കൊപ്പം ഇവിടുത്തെ സ്ഥലവാസിയായ ഉബൈദ് ചേരുന്നു. ഉബൈദ്, ഈ എവിടെയാണ് സാധാരണ ലോറിക്കാർ ഈ ലക്ഷ്മണന്റെ കടയാണ് ഊടാണ് അപ്പോൾ അവർ ചായ കുടിക്കാൻ ഊടാ പറഞ്ഞു. എല്ലാ കേരളക്കാർ ആൾക്കാരെല്ലാം ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗാഡി വെക്കാൻ സൈഡിൽ വെക്കണം. അവർ ഗാഡി വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് കലുകാണ് ഇത് തണ്ണി എടുത്ത പറഞ്ഞാൽ എല്ലാം ആക്കണം. പിന്നെ ഇവിടെ 2 മര പിന്നെ ഗാഡി ഒരു സൈഡിൽ ഗാഡി സൈഡിൽ നിൽക്കുമ്പോൾ അപ്പം മണ്ണ് വന്ന് അടിച്ചത്. മണ്ണ് അപ്പുറം റോഡ് ഈ സൈഡാണ്. ഗാഡി വെക്കാൻ ജാഗ ಎಲ್ಲ
ആൾക്കാർ ഇവിടെ ഉണ്ടാവുക ലോറി ഇവിടെ ഉണ്ടാവുന്നു സൈഡിലേ ഉണ്ട് ഗാഡി ഇവിടെ വെക്കണ് അപ്പൊ നായെല്ലാം ഇവിടെ പറഞ്ഞ ഇരിക്കുന്നു ഒരു ബിസ്ക്കറ്റ് ഇട്ട് പോകും ആൾക്കാരെല്ലാം പോകും ഞങ്ങളെ ഇട്ട് തിന്നു ബിസ്ക്കറ്റ് നിങ്ങൾ ഇവിടെ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമെല്ലാം കഴിക്കാൻ പറഞ്ഞു ചായ കുടിക്കാൻ പറഞ്ഞു ഞാനെല്ലാം കേരളക്കാരെല്ലാം നോക്കിന് ആൾക്കാരെല്ലാം ഫുള്ള് പറഞ്ഞു പാവ ചായ കുടിക്കുന്നു പോണു അവർ ഞങ്ങൾ പൽക്കറിന് ഞങ്ങൾ സംസാരിക്കുന്നു പിന്നെ ഞാൻ പറയുന്നു ഇവിടെ കലകോറ് ഗാഡി ഇവിടെ തന്നെ എടുത്ത് വന്നിട്ട് ലക്ഷ്മണന്റെ കുടുംബത്തെ ഒക്കെ അറിയാം അവർ നമ്മുടെ ഗംഗാവലാണ് അവരെല്ലാം പാവ അവർ ഗംഗാവലാണ് അവർ നല്ല ആൾക്കാർ ഞങ്ങളുടെ ഇതില്ല നിങ്ങൾ താമസം ഈ പുഴയുടെ നേരെ ലക്ഷ്മണന്റെ പറന്റെ സൈഡിലാണ് നമ്മളെ നാട് ലക്ഷ്മണന്റെ പറന്റെ സൈഡിലാണ് ഈ സംഭവം അറിയുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഇത് നേരിട്ട് വന്ന ആളാണ് ഞങ്ങോട്ട് വന്നതാണ് അതൊക്കെ ഞാൻ നോക്കിയതാണ് അതുകായിട്ട് ഞാൻ ഇവിടെ വന്നത് എന്ത് കേട്ടെങ്കിൽ നമ്മുടെ ഹോട്ടൽ ഇവിടെ സൈഡിൽ നിന്നിട്ട് ഗാഡി വെക്കാൻ ജാഗത്തിൽ ഇവിടെ മിനിറ്റ് ഗാഡി അപ്പുറം ഇല്ല ഗാഡി അവിടെ ആരും നിപ്പാട്ടില്ല അർജുന്റെ ലോറിയും അതുപോലെ ഇപ്പുറത്ത് ഉണ്ട് എന്നാണ് നിങ്ങൾ പ്രദേശം അത് നമ്മൾ ഗാഡി വെക്കാൻ അവർ ഗാഡി വെച്ചത് ഇവിടെ ഉണ്ട് എങ്കിൽ ലോറി വെച്ചത് ഇവിടെ വേണം അവർ കേട്ടെങ്കിൽ അവിടെ അപ്പുറം വെക്കുന്നില്ല അപ്പുറമുള്ള സൈഡിൽ ഒരു ഗാഡിയെല്ലാം ഇരിക്കണം ഈ മരിലുള്ള ഗാഡി ഇരിക്കണം ഒരു 10-20 ഗാഡി ഇരിക്കണം ബർണർ ചായ കുടിക്കുന്നത് അവർ പോയിക്കുന്നു അത്രമേ പിന്നെ എന്ത് കേട്ടെങ്കിൽ ഗാഡി ഇവിടെ ഇന്നതാണ് അങ്ങനെയായിട്ട് മണ്ണടിച്ചിട്ട് എവിടെ പോയിട്ടാണ് ഈ ജഗന്നാഥിനെയും അതുപോലെ തന്നെ ലോകേഷ് നിങ്ങൾക്ക് പരിചയമുണ്ടോ അത് നനക്ക് പറിച്ചെങ്കിൽ ഗാഡി അങ്ങനെ പട്ടിയായി പോവാ അത് ഒരു ഗുഡടിച്ചിട്ട് മണ്ണടിച്ചിട്ട് പോവാ അത് നമുക്ക് തോന്നില്ല അത് മേലെ പോകും എന്നുവെച്ചെങ്കിൽ ഗാഡി അടിച്ചിട്ട് അവർ ഹോട്ടലിൽ പോയി ആ ഗാഡി എങ്ങനെ പൾട്ടിയായി എവിടെ പോകുന്നു അത് എനിക്ക് തോന്നില്ല ഗാഡി വെക്കാൻ ജാഗ സ്ഥലത്തിൽ ഇതാണ് അതാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് ഈ സ്ഥലം ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കട ഉണ്ടായ സ്ഥലം ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗം ഈ കടയുടെ ഭാഗമോ ഒന്നും തന്നെയില്ല ഇതിന്റെ ഈ കടയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആ ഡ്രഡ്ജർ കാണുന്ന സ്ഥലത്ത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടത്തിയ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും നടത്തിയ പരിശോധനയിലൊക്കെ അവിടെ ഇതിന്റെ ഷീറ്റ് ഒക്കെ കണ്ടെത്തിയിരുന്നു അതോടൊപ്പം വലിയൊരു ടവർ ആ ടവറിന്റെ ഭാഗവും ഉള്ള സ്ഥലമാണ് ഇപ്പോൾ അവിടെയാണ് ഡ്രഡ്ജർ ഇപ്പോൾ മണ്ണെടുത്ത് പരിശോധന നടത്തുന്നത് അതായത് മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹത്തിന്റെ റഡാർ പരിശോധനയിൽ CP4 എന്ന് അടയാളപ്പെടുത്തിയ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയെന്ന് പറയുന്ന ആ സ്ഥലം അതായത് ലക്ഷ്മണന്റെ കടയുടെ തൊട്ട് പിറകിൽ അവിടെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെയാണ് ഒപ്പം ഇവിടെ ഇതുവഴി പോകുന്ന എല്ലാ ലോറിക്കാരും ഇവിടെ നിർത്തി ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ചായ കുടിച്ചു പോകുന്ന ഒരു അവസ്ഥ ഏതായാലും ആ കടയുടെ എന്തെങ്കിലും ഒരു ബാക്കി പോലും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു ന്യൂസ് 18 ശിരൂർ